ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ഫസ്റ്റ് കോപ്പൺ ഓൾവേസ് പോസിറ്റീവായി. കേരള തീരത്ത് വീണ്ടും കപ്പൽ അപകടം. അതായത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിനടുത്ത്, ബേപ്പൂരിൽ നിന്നും ഏകദേശം 78 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ തീ പിടിച്ചത്. അതായത് സിംഗപ്പൂർ രജിസ്റ്റേർഡ് കണ്ടെയ്നർ കപ്പലാണ് തീ പിടിച്ചത്. സിംഗപ്പൂർ കപ്പലാണ്. അതായത് കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോകുകയായിരുന്ന കപ്പലാണ് കേരള തീരത്ത് ബേപ്പൂരിന് സമീപം തീ പിടിച്ചതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് ഏകദേശം രാവിലെ 10:30 കൂടിയാണ് തീ പിടിച്ചതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. കപ്പലിൽ ഏകദേശം 22ഓളം ആളുകൾ ഉണ്ടായിരുന്നു. 22 ആളുകളിൽ 18 പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതോടൊപ്പം 4 പേരെ കാണാതായി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. ഈ 22 പേരിൽ ആരും ഇന്ത്യക്കാരില്ല. 22 പേര് കൂടുതലും ചൈന, ഇന്തോനേഷ്യ എന്നിങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന കപ്പലിലാണ് തീപിടുത്തമുണ്ടായത്. വലിയൊരു സ്ഫോടനം കേട്ടുവെന്നും പിന്നീട് അത് തീപിടുത്തമാണെന്ന് മനസ്സിലായതെന്നുമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും 22 പേരുള്ളതിൽ 18 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 4 പേരെ കാണാതായി എന്നുമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. സിംഗപ്പൂർ രജിസ്റ്റേർഡ് കപ്പൽ, സിംഗപ്പൂർ പതാകയുള്ള കപ്പലായിരുന്നു ഈ കപ്പൽ. സിംഗപ്പൂർ രജിസ്റ്റേർഡ് കണ്ടെയ്നർ കപ്പലാണ്. കപ്പലിൽ ഏകദേശം 20ഓളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നുവെന്നും ആ കണ്ടെയ്നറുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കൊച്ചിയിൽ ആ കണ്ടെയ്നർ അപകടം നടന്നതും പിന്നീട് അത് കൊല്ലത്തൊക്കെ പോയി കണ്ടെയ്നർ അടിഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനുശേഷം വീണ്ടും ഇതാ കണ്ടെയ്നർ കോഴിക്കോട് തീരത്ത് വീണ്ടും കപ്പൽ അപകടം നടന്നിരിക്കുന്നു. 20ഓളം കണ്ടെയ്നറുകൾ വെള്ളത്തിൽ മുങ്ങിയെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. വാൻഹായ് 503 എന്ന കപ്പലാണ് സിംഗപ്പൂർ രജിസ്റ്റേർഡ്. വാൻഹായ് 503 എന്ന വാൻഹായ് വെസൽ 503 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് അല്ലെങ്കിൽ തീപിടുത്തമുണ്ടായത്. 22 പേരിൽ ആരും ഇന്ത്യക്കാരില്ല എന്നതും 22 പേരിൽ ആരും ഇന്ത്യക്കാരില്ല. കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന കപ്പലാണ് കേരള തീരത്ത്, അതായത് ബേപ്പൂരിൽ നിന്നും ഏകദേശം 78 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം നടന്നത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 18 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 4 പേരെ കാണാതായിരിക്കുന്നു. 4 പേർക്കുള്ള തിരച്ചിലും അവിടെ നടത്തുന്നുണ്ട്. ഏതായാലും കൂടുതൽ ആളുകളെ മംഗലാപുരം ആശുപത്രിയിലേക്കൊക്കെ മാറ്റുമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും അത്ര ശുഭകരമായ വാർത്തകളല്ല സമീപമായി കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ നിന്നും പുറത്തു വരുന്നതെന്ന് ആണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾ മുമ്പാണ് കൊച്ചിയിലെ ആ ഒരു അപകടം. അതിനുശേഷം ഇപ്പോഴിതാ വീണ്ടും കോഴിക്കോട് തീരത്ത് ബേപ്പൂരിന് സമീപം വീണ്ടും ഒരു കപ്പലിന് തീ പിടിച്ച് അപകടം വീണ്ടും ഉണ്ടായിരിക്കുന്നു. ഏതായാലും അത്ര ശുഭകരമായ വാർത്തയല്ല എന്ന് പറയാം. സിംഗപ്പൂർ പതാകയുള്ളതുകൊണ്ട് തന്നെ സിംഗപ്പൂർ രജിസ്റ്റേർഡ് ചരക്ക് കപ്പലായിരുന്നു. സിംഗപ്പൂർ രജിസ്റ്റേർഡ് കണ്ടെയ്നർ കപ്പലായിരുന്നു അത്. 22 പേരിൽ 18 പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. 4 പേർക്കുള്ള തിരിച്ചിൽ തുടരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.